241 സീറ്റുകളുടെ ഫലം ഇന്ത്യ ടുഡേ പ്രവചിക്കുമ്പോൾ 153 മുതൽ 168 സീറ്റുകൾ വരെ NDA നേടിയേക്കാം എന്നുള്ളതാണ്. ഈ കണക്കുകൾ നമ്മളോട് പറയുന്നത് ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇന്ത്യ മുന്നണിക്കുണ്ട് എന്ന് തന്നെയാണ്. ഇന്ത്യ മുന്നണിയുടെ 295 എന്ന അവരുടെ ആത്മവിശ്വാസം പൊലിഞ്ഞു പോകുന്നു എക്സിറ്റ് പോളിൽ. അതിലേറ്റവും പ്രധാനപ്പെട്ട അവരുടെ തിരിച്ചടിയെ അവർക്ക് ഉത്തർപ്രദേശിൽ നിന്ന് തന്നെയാണ് ആ തിരിച്ചടി നേരിടേണ്ടി വന്നിരിക്കുന്നത്. ഉത്തർപ്രദേശിൽ 67 സീറ്റുകളിലേക്ക് അല്ലെങ്കിൽ 70 സീറ്റുകളിലേക്ക് BJP നില മെച്ചപ്പെടുത്തിയേക്കാം എന്നതാണ്. ആകെയുള്ള 80 സീറ്റുകളിൽ 10 സീറ്റുകൾ മാത്രമായി ഇന്ത്യ മുന്നണി മാറിയാൽ 40 സീറ്റുകൾ അവരുടെ സ്വപ്നം പൂവണിയാതെ പോകും. അതായത് ഈ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണി ഏറ്റവും കുഴയ്ക്കുന്ന പ്രശ്നവും അത് തന്നെയാണ്. ഉത്തർപ്രദേശിൽ അവർക്ക് ഇൻട്രോഡുകൾ വഴിവെട്ടിത്തെളിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ തവണ NDAക്ക് നഷ്ടപ്പെട്ട സീറ്റുകൾ പോലും ഇക്കുറി NDA ഉത്തർപ്രദേശിൽ വീണ്ടെടുക്കാൻ പോകുന്നു. അതാണ് ഉണ്ണി ബാലകൃഷ്ണൻ. ഉത്തർപ്രദേശ് ഇത്തവണയും ഒരു വാട്ടർലൂ ആണ് ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം. ആ ഉത്തർപ്രദേശിൽ അവിടെയാണ് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ BSPയുടെ വോട്ട് ഏതെങ്കിലും തരത്തിൽ വോട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ടാകുമോ? അവിടെ കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും തമ്മിൽ മുൻപെങ്ങുമില്ലാത്ത വിധം ഐക്യമുണ്ട്. രാഷ്ട്രീയ രസതന്ത്രവും രാഷ്ട്രീയ ഐക്യവും കോൺഗ്രസും SPയും തമ്മിലുണ്ട് എങ്കിൽ പോലും നിർഭാഗ്യവശാൽ UPയിൽ ഇന്ത്യ മുന്നണിക്ക് മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെക്കാൻ കഴിയുന്നില്ല. നമ്മൾ പ്രതീക്ഷിച്ചിരുന്നതും വിലയിരുത്തിയതുമായിട്ടുള്ള വിഷയങ്ങളിൽ നിന്ന് വ്യതിചരിച്ചുകൊണ്ടുള്ളൊരു എക്സിറ്റ് പോൾ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്ന കാര്യത്തിലൊന്നും തർക്കവുമില്ല. പക്ഷേ ഈ പറയുന്ന ഹിന്ദി ഹൃദയഭൂമിയിലെ 100% വിജയം കൈവരിച്ചുകൊണ്ടിരുന്ന സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ വലിയ അടിയൊഴുക്കുകൾ ഉണ്ടായിരുന്നു എന്നതിൻ്റെ തെളിവാണ് ഈ പറയുന്ന ബീഹാറിലാണെങ്കിലും മഹാരാഷ്ട്രയിലാണെങ്കിലും ജാർഖണ്ഡിലാണെങ്കിലും അതുപോലെ തന്നെ രാജസ്ഥാനിലാണെങ്കിലും BJPക്ക് സീറ്റുകൾ നഷ്ടമാകുന്ന അവസ്ഥ എന്ന് പറയുന്നത്. ഏകപക്ഷീയമായി BJP വിജയിച്ച് കയറിക്കൊണ്ടിരുന്ന സംസ്ഥാനങ്ങളാണ്. മധ്യപ്രദേശ് നമ്മൾ ഒരിക്കൽ പോലും അവിടെ ഒരു നേട്ടം ഇന്ത്യ സഖ്യത്തിനുണ്ടാകുമെന്ന് പറഞ്ഞിട്ടില്ല. ഉത്തർപ്രദേശിൽ നിശ്ചയമായും 10 സീറ്റുകളെങ്കിലും കുറയാൻ സാധ്യതയുണ്ട് എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. ഏതായാലും എക്സിറ്റ് പോൾ ഫലങ്ങളാണ് വരുന്നത്. ഒറിജിനൽ ഫലം വരാൻ കാത്തിരിക്കേണ്ടതുണ്ട് 4-ാം തീയതി വരെ. അപ്പോഴും പ്രതീക്ഷയൊന്നും ഞാൻ കൈവിടുന്നില്ല. നോക്കൂ, എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മളെ തെക്കേ ഇന്ത്യ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നിരാശപ്പെടുത്തിയിട്ടുണ്ട് ഈ കാര്യത്തിൽ. കാരണം എന്താ വെച്ചാൽ കർണാടകയിലാണ് ഏറ്റവും വലിയ തിരിച്ചടി BJPക്ക് ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നത്. ഏതാണ്ട് ഒരു 10 മുതൽ 12 സീറ്റുകൾ വരെ കർണാടകത്തിൽ നഷ്ടപ്പെടാം എന്ന് ഞാൻ കരുതിയിരുന്നു. പക്ഷേ അവിടെ 25 സീറ്റുകൾ വരെ BJPക്ക് ലഭിക്കും അല്ലെങ്കിൽ NDAക്ക് ലഭിക്കുമെന്നാണ് എക്സിറ്റ് പോളിലെ മിക്കവാറുമുള്ള എല്ലാ 22+ ആണ്.